നമസ്കാരം. മിന്നൽ പ്രളയത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിൽ നിന്ന് നേപ്പാൾ ഇതുവരെ മുക്തമായിട്ടില്ല. ദുരന്തത്തിൽപ്പെട്ട് പരിക്കേറ്റവരെയും മൃതദേഹങ്ങളെയും തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് എത്തിക്കാൻ തുടങ്ങിയതോടെ ആശുപത്രി പരിസരങ്ങൾ കണ്ണീരണിഞ്ഞു. കാണാതായ തങ്ങളുടെ ഉറ്റവരെ തിരഞ്ഞ് ആയിരക്കണക്കിന് ആളുകളാണ് കാഠ്മണ്ഡുവിലെ പ്രധാന ആശുപത്രികൾക്ക് മുന്നിൽ തടിച്ചുകൂടുന്നത്. ദുരന്തഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയവരുടെ അനുഭവങ്ങൾ ഏവരെയും ഈറനണിയിക്കുന്നതാണ്. കെട്ടിടങ്ങൾക്ക് മുകളിൽ കയറി നിന്നാണ് പലരും ജീവൻ നിലനിർത്തിയത്. സ്വന്തം ഭർത്താവും മക്കളും പ്രളയത്തിന്റെ കുത്തൊഴുക്കിൽ കൺമുന്നിൽ ഒലിച്ചു പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്നതായി പ്രളയത്തെ അതിജീവിച്ച രാംകുമാരി എന്ന സ്ത്രീ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. റോഡുകളും പാലങ്ങളും പൂർണ്ണമായി തകർന്ന റസുവ, ധാഡിംഗ് പ്രദേശങ്ങളിലേക്ക് കരമാർഗമുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ നേപ്പാൾ സൈന്യത്തിന്റെ എയർ വിംഗ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചാണ് ആകാശമാർഗം രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതിസാഹസികമായിട്ടാണ് പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റുന്നത്. അതേസമയം ദുരന്തമേഖലയിൽ തുടരുന്ന കനത്ത മഴയും മോശം കാലാവസ്ഥയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് കടുത്ത തിരിച്ചടിയാകുന്നുണ്ട്. ഇടയ്ക്കിടെ അനുഭവപ്പെടുന്ന കനത്ത മഞ്ഞും കാറ്റും കാരണം ഹെലികോപ്റ്ററുകൾക്ക് ലാൻഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. പലയിടത്തും രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടതായി വന്നിരുന്നു. അപകടത്തിൽപ്പെട്ട വിദേശികളുടെ വിവരങ്ങൾ അറിയാനായി വിവിധ രാജ്യങ്ങളുടെ എംബസികളിൽ ആയിരക്കണക്കിന് ഫോൺ കോളുകൾ എത്തുന്നുണ്ട്. UK, US, ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളിലെ ടൂർ ഓപ്പറേറ്റർമാർ തങ്ങളുടെ യാത്രക്കാരെ ബന്ധപ്പെടാൻ സാധിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നേപ്പാൾ പോലീസും അതിർത്തി രക്ഷാസേനയും ചേർന്ന് ഭോട്ടെകോക്സി നദീതീരങ്ങളിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും പരിശോധന നടത്തുകയാണ്. ഉപകരണങ്ങൾ എത്തിക്കാൻ കഴിയാത്തയിടങ്ങളിൽ കൈകൾ ഉപയോഗിച്ച് ചെളി മാറ്റിയാണ് സേനാംഗങ്ങൾ പരിശോധന നടത്തുന്നത്. ഇനിയും നിരവധി മൃതദേഹങ്ങൾ ചെളിക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. നേപ്പാളിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ടൂറിസം മേഖലയ്ക്ക് മിന്നൽ പ്രളയം കനത്ത തിരിച്ചടിയായി. ട്രെക്കിങ്ങിനും തീർത്ഥാടനത്തിനുമായി എത്തിയ 500-ലധികം വിദേശ സഞ്ചാരികളെ കാണാതായതോടെ രാജ്യാന്തര തലത്തിൽ നേപ്പാൾ യാത്രകൾ റദ്ദാക്കപ്പെടുകയാണ്. സാഹസിക വിനോദസഞ്ചാരികളുടെ പ്രധാന കേന്ദ്രങ്ങളായ റസുവയിലെയും നുവാക്കോട്ടിലെയും പ്രമുഖ റിസോർട്ടുകൾ വെള്ളത്തിനടിയിലായി. കൈലാസ മാനസരോവർ യാത്രയ്ക്കായി എത്തിയ നൂറുകണക്കിന് തീർത്ഥാടകരാണ് നിലവിൽ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ടെന്റുകളും താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങളും പ്രളയത്തിൽ ഒലിച്ചുപോയി. പ്രധാന യാത്രാമാർഗങ്ങൾ അടഞ്ഞതോടെ സന്ദർശകരെ സുരക്ഷിതമായി എത്തിക്കാൻ കഴിയാതെ ഏജൻസികളും വലിയ പ്രതിസന്ധിയിലാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ട്രാവൽ ഏജൻസികൾ നേപ്പാളിലേക്കുള്ള ബുക്കിംഗുകൾ റദ്ദാക്കി തുടങ്ങി. അടുത്ത മാസങ്ങളിൽ നടക്കേണ്ടിയിരുന്ന പ്രധാന ട്രെക്കിംഗ് പരിപാടികളെല്ലാം അനിശ്ചിതത്വത്തിലായി. ടൂറിസം മേഖലയെ വിശ്വസിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് തദ്ദേശീയ ഗൈഡുകളുടെയും ഡ്രൈവർമാരുടെയും ഉപജീവന മാർഗമാണ് ഇതോടെ അടഞ്ഞത്. സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന നേപ്പാളിന് ഈ ദുരന്തം ഉണ്ടാക്കിയ നഷ്ടം നികത്താനാവാത്തതാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിച്ച് വിനോദസഞ്ചാരികളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്ന് വിദഗ്ധർ പറയുന്നു.